61 സങ്കീർത്തനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് നിലവിളിക്കുന്നു, അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എന്ന്. ഈശോയെ, എന്റെ സങ്കടം കാരണം ഞാനിതാ എവിടെയൊക്കെയോ ആയി, കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചൊരു ദൂരെയായി. എനിക്ക് അടുത്ത് നിൽക്കാൻ ആളുകളില്ല, ആരുടെ അടുത്ത് പോയി നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഭൂമിയുടെ അതിർത്തികളിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ നോക്കി നിലവിളിക്കുകയാണ്. എന്നെ അപ്രാപ്യമായ പാറമേൽ കയറ്റി നിർത്തണമേ. ഞാനിപ്പോൾ ഒരു കുഴിയിലാണ്, അറ്റത്താണ്, വീഴാൻ പോകുന്ന സിറ്റുവേഷനിലാണ്. അടുത്താരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഓടിച്ചെല്ലാൻ ഒരു ഇടമില്ല. പക്ഷേ എന്നെ അങ്ങ് സഹായിക്കണം. എന്റെ നിലവിളി ഇത്ര ദൂരത്തു നിന്നാണേലും ഇത് അങ്ങയുടെ സന്നിധിയിൽ എത്തണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. 61 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്: അങ്ങാണ് എന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള എന്റെ സുശക്തമായ ഗോപുരം. ഏതൊരു വിശ്വാസിയുടെ ഉള്ളിൽ, ഈശോയുടെ കുഞ്ഞിന്റെ ഉള്ളിൽ വേണ്ട ഒരു ബോധ്യതാണ് ഈ പ്രതിസന്ധികളിലും ഈ വെല്ലുവിളികളിലും ഈ നിലവിളി കേൾക്കാനോ സഹായിക്കാനോ ആരും ഇല്ലാത്തൊരു സമയമെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളില്, ദിവസങ്ങളില്, രാത്രികളില്, പകലുകളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദിനെ പോലെ ഈ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. അങ്ങാണ് എന്റെ രക്ഷാശില, എന്റെ സുരക്ഷാ കേന്ദ്രം അങ്ങ് തന്നെയാണെന്ന്. 61:4 ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ, അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. കർത്താവെ, എന്നെ ഇപ്പൊ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് സംരക്ഷണം നൽകാൻ ആരുമില്ല, ചേർത്ത് പിടിക്കാൻ ആരുമില്ല. പക്ഷെ ഞാനിപ്പോൾ നിൽക്കാൻ പോകുന്നത് എൻ്റെ സുരക്ഷാ കൂടാരമായ എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ കീഴിലാണ്. ഞാൻ അവിടെ തന്നെ ആയിരിക്കട്ടെ, ആ ചിറകിൻ കീഴിൽ ഞാൻ എപ്പോഴും സുരക്ഷിതനായിരിക്കട്ടെ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. 6-ാമത്തെയും 7-ാമത്തെയും വാക്യം പ്രിയപ്പെട്ടവരെ ഓർക്കുക. അപ്പൊ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, അപ്പയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ നിങ്ങളുടെ ആ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തേക്കുക. രാജാവിന് ദീർഘായുസ് നൽകണമേ, അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അവസാനത്തെ വാക്കിങ്ങനെയാണ് 61:8 അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും, അങ്ങനെ ഞാൻ ദിനംതോറും എന്റെ നേർച്ചകൾ നിറവേറ്റും.